സഹോദര, എന്നോട് ക്ഷമിക്കൂ. ഇതൊരു സാധാരണ ജനനമല്ല. ഈ കുട്ടിയുടെ വരവിനെ ചുറ്റിപ്പറ്റിയുള്ള അടയാളങ്ങൾ ഭീതികരമാണ്. ഇത് സ്വർഗത്തിൽ നിന്നുള്ള അപ്രസക്തമായ മുന്നറിയിപ്പുകളാണ്. നമുക്ക് ഈ കുട്ടി വേണ്ട. ധൃതരാഷ്ട്രരുടെ പുഞ്ചിരി മാഞ്ഞു, പകരം നെറ്റി ചുളിഞ്ഞു. നിങ്ങൾ എന്താണ് സൂചിപ്പിക്കുന്നത്? ശകുനങ്ങൾ അവഗണിക്കരുത്. ഈ കുഞ്ഞിന്റെ ജനനം നാശത്തിന്റെ അടയാളങ്ങളോട് കൂടിയതാണ്. ഋഷിമാർ കുട്ടിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ വിപത്ത് മുൻകൂട്ടി കണ്ടിട്ടുണ്ട്. ആ ആപത്തിൽ നമുക്ക് പ്രിയപ്പെട്ടതെല്ലാം നശിക്കാനിടയുണ്ട്. നിങ്ങൾ ബുദ്ധിപരമായുള്ള ഒരു തീരുമാനം ഇപ്പോൾ എടുത്തില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തെ മാത്രമല്ല, മുഴുവൻ രാജ്യത്തെയും അത് ബാധിച്ചേക്കാം. എന്റെ ആദ്യ മകനെ തന്നെ ഉപേക്ഷിക്കാനാണോ നിങ്ങളെല്ലാവരും ഉപദേശിക്കുന്നത്? എന്ത് അസംബന്ധമാണ് നിങ്ങൾ ഈ പറയുന്നത്? ശകുനങ്ങൾ കേവലം യാദൃശ്ചികമാണ്, അതിൽ കൂടുതലൊന്നുമില്ല. അവൻ എന്റെ കുട്ടിയാണ്. അതീവ ശക്തനായി നിങ്ങളുടെ മുന്നിൽ തന്നെ അവൻ വളരും. രാജമുനിയല്ല, വല്യച്ഛനല്ല, സാക്ഷാൽ ദൈവം ഇറങ്ങി വന്ന് പറഞ്ഞാലും എന്റെ തീരുമാനം മാറില്ല. ആദ്യമായിട്ടായിരുന്നു ഹസ്തിനപുരത്തെ രാജമുനിമാരുടെ അഭിപ്രായം തെറ്റിച്ച് ഒരു കാര്യം നടന്നത്. ഭീഷ്മയുടെ അഭിപ്രായം തെറ്റിച്ച് ഒരു കാര്യം നടന്നത്. പറയുന്നത് രാജാവായതിനാൽ അവർക്കനുസരിക്കാതെ വേറെ നിവൃത്തിയുണ്ടായിരുന്നില്ല. അങ്ങനെ കൊട്ടാരം മുഴുവൻ എതിർത്തിട്ടും ധൃതരാഷ്ട്രരുടെ ഒറ്റ തീരുമാനത്തിൽ ആ കുട്ടി കൊട്ടാരത്തിൽ വളരുവാൻ ആരംഭിച്ചു. ജനിച്ചപ്പോൾ തന്നെ ഒരു യുദ്ധം ജയിച്ച ആ കുട്ടിയെ ധൃതരാഷ്ട്രർക്ക് ബോധിച്ചു. അവനിടുവാൻ ഒരു പേരയാൾ തന്നെ തിരയുവാൻ തുടങ്ങി. യുദ്ധത്തിൽ തോൽപ്പിക്കാൻ പ്രയാസമുള്ളവൻ എന്നർത്ഥം വരുന്ന ഒരു പേര് അയാൾ അവനിട്ടു: ദുര്യോധനൻ.